ശ്രീ വി കുഞ്ഞികൃഷ്ണൻ 8 മിനിറ്റ് അങ്ങേക്ക്. അഭ്യർത്ഥനയെ പിന്തുണക്കുന്നു. അതോടൊപ്പം തന്നെ പയ്യന്നൂർ മണ്ഡലത്തിൽ ഒരു ചരിത്ര വിജയം സമ്മാനിച്ച ജനങ്ങൾക്ക് നന്ദി പറയാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഒരു പൂർണ്ണ ബജറ്റല്ല അവതരിപ്പിച്ചത് എന്നെല്ലാവർക്കും ബോധ്യമുള്ളതാണ്. പയ്യന്നൂർ മണ്ഡലത്തെ പരിഗണിക്കാൻ ബജറ്റിൽ തയ്യാറായതിൽ ഗവൺമെൻറ്റിനുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഈ ബജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ മണ്ഡലത്തിലൊരു മാധ്യമ സമ്മേളനം നടത്തുകയുണ്ടായി. പിറ്റേ ദിവസം ദേശാഭിമാനിയിൽ വന്ന ഒരു വാർത്ത UDF MLA ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്നാണ്. രണ്ട് കാര്യം: ഒന്ന്, പലതിനും ടോക്കൺ എമൗണ്ടാണ്. രണ്ട്, ചിലതിന് വിശദാംശങ്ങളില്ല എന്നതാണ്. ഇതിനു മുമ്പുള്ള ബഡ്ജറ്റുകളെല്ലാം പൂർണ്ണസംഖ്യ നീക്കി വെച്ചിട്ടാണോ എന്ന് ഞാൻ പരിശോധിച്ചു. കഴിഞ്ഞ 10 വർഷക്കാലം LDF അവതരിപ്പിച്ച ബഡ്ജറ്റിലും ഭൂരിപക്ഷം ഇനങ്ങൾക്കും ടോക്കൺ എമൗണ്ടാണ്. പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ബഡ്ജറ്റാകുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. ആ നിലയിലുള്ള പ്രചരണമാണ് ദേശാഭിമാനി പത്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഇവിടെ ഈ ടോക്കൺ എമൗണ്ട് വെച്ച പദ്ധതികൾ പലതും പിന്നീട് ഉണ്ട് എന്നത് നമ്മുടെ അനുഭവമാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ എല്ലാ കാലത്തും ഈ നിലയിൽ തന്നെയാണ്. അപ്പോൾ ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ച പദ്ധതികളെല്ലാം നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പയ്യന്നൂരിൽ വലിയ രീതിയിലുള്ള അക്രമങ്ങൾ അരങ്ങേറുകയുണ്ടായി. 22 FIR പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു FIRൽ മാത്രമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി പോലീസ് സന്നദ്ധമായത്. ഭരണസ്വാധീനത്തിൻ്റെ മറവിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയുള്ള സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു നിലപാട് സ്വീകരിച്ചത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ മുഴുവൻ കേസുകളിലും പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം എന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഒട്ടേറെ പ്രശ്നങ്ങൾ ഇനിയും പരിഹരിക്കാനുണ്ട്. അതൊക്കെ പടിപടിയായി പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള സമീപനം ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം എന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഏറ്റവും ചുരുങ്ങിയ വരുമാനം ലഭിക്കുന്നവരാണ് ഖാദി തൊഴിലാളികൾ, കൈത്തറി തൊഴിലാളികൾ. ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് പയ്യന്നൂരിലെ ഖാദി കേന്ദ്രം. അവിടെ തൊഴിലാളികളുടെ കൂലി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള സമീപനം ഉണ്ടാകണം. ഇതിൻ്റെ ധനാഭ്യർത്ഥനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച ചെയ്യുമ്പോൾ ആ കാര്യം കൂടി പരിഗണിക്കാൻ ഗവൺമെൻറ് സന്നദ്ധമാകണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. മാഡം, കൈത്തറി തൊഴിലാളികളുടെ അവസ്ഥയും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. അതും പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഉണ്ടാകേണ്ടതുണ്ട്. നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ ഏതാണ്ട് 1.5 കൊല്ലം കുടിശ്ശികയാണ്. ആ പെൻഷൻ കൊടുത്തു തീർക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഏതൊക്കെ രീതിയിൽ സ്വീകരിക്കാൻ സാധിക്കും എന്ന ആലോചനയും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകണം. KSRTC കൂടുതൽ ബസ് മലബാറിലേക്ക് അനുവദിക്കേണ്ടതിൻ്റെ പ്രാധാന്യം സംബന്ധിച്ച് ആദ്യം തന്നെ ഈ സഭയിലൊരു ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം വരികയുണ്ടായി. പയ്യന്നൂരിലും അത്തരം വിഷയങ്ങളുണ്ട്. പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഗവൺമെൻറ് ഭാഗത്തു നിന്നുണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ ധനാഭ്യർത്ഥനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരണ മേഖലയുടെ പ്രശ്നം പരിശോധിക്കുമ്പോൾ ജില്ലാ ബാങ്കുകൾ ഇല്ലാതാക്കി കേരള ബാങ്ക് രൂപീകരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോയി.
ആ നടപടികളെ അന്ന് പിന്തുണച്ച ഒരാളാണ് ഞാൻ. കാരണം പ്രാഥമിക സംഘങ്ങളെ അതിൻ്റെ പുരോഗതിക്ക് വളർച്ചയ്ക്ക് വളരെയേറെ സഹായകമായിരിക്കും എന്നാണ് കരുതിയത്. പക്ഷേ അനുഭവം പരിശോധിക്കുമ്പോൾ കേരള ബാങ്കിനെ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നതല്ലാതെ പ്രാഥമിക സഹകരണ ബാങ്കുകളുടെ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്താനോ PACSനെ സഹായിക്കാനോ സാധിക്കത്തക്ക രീതിയിൽ ഒരു സമീപനവും കേരള ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള അനുഭവം. അതുകൊണ്ട് അത് സംബന്ധിച്ചുള്ളൊരു പുനഃപരിശോധന ഈ ഗവൺമെൻറ് നടത്തണം എന്നുകൂടി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് PACSകൾ ശക്തിപ്പെടുത്താൻ സാധിക്കത്തക്ക രീതിയിൽ എങ്ങനെ ഒരു മാറ്റം വരുത്താം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായി ആലോചിക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. സഹകരണ സ്ഥാപനങ്ങളുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുന്ന രീതിയിലുള്ള ഒട്ടേറെ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, സമയപരിമിതിയുണ്ട്. അതുകൊണ്ട് അത് പരിശോധിച്ച് പരിഹരിക്കാൻ സാധിക്കണം. മുമ്പില്ലാത്ത വിധം വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ സഹകരണ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ തടയാനാവശ്യമായ തെറ്റ് ചെയ്യുന്നവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കാൻ സന്നദ്ധമാകുന്ന നിലയിലുള്ള ഇടപെടൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകണം എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. ഈ ധനാഭ്യർത്ഥനയുടെ ഭാഗമല്ലെങ്കിലും സഹകരണ മേഖലയെക്കുറിച്ച് പറയുമ്പോൾ ആ മേഖലയിൽ റിട്ടയർ ചെയ്ത പെൻഷൻ ലഭിക്കുന്ന ഒട്ടേറെ ആളുകളുണ്ട്. കഴിഞ്ഞ 5 വർഷമായി ഒരു നയാ പൈസയുടെ വർധനവ് ലഭിക്കാത്ത ഒരു വിഭാഗമാണ് സഹകരണ പെൻഷൻകാർ. ഒരു സഹായവും കഴിഞ്ഞ 5 വർഷം അവരുടെ പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിട്ടില്ല. ഗവൺമെൻറ് നേരിട്ട് സാമ്പത്തിക ബാധ്യത വരുന്നതല്ല, പെൻഷൻ ബോർഡാണ് അത് നൽകുന്നത്. പക്ഷെ തീരുമാനമെടുക്കേണ്ടത് ഗവൺമെൻറ്റാണ്. അവരുടെ പെൻഷനിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടിയുള്ള നടപടി കൂടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം. അതോടൊപ്പം തന്നെ അതിൻ്റെ ഫണ്ട് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ആലോചനകളും ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകേണ്ടതുണ്ട് എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. കഴിഞ്ഞ ഗവൺമെൻറ് 2 കമ്മീഷനെ വെച്ചതല്ലാതെ, ഒരു കമ്മീഷനല്ല 2 കമ്മീഷനെ വെച്ചു. ആ 2 കമ്മീഷനെ വെച്ചതല്ലാതെ ഈ പെൻഷൻകാർക്ക് ഒരു നയാ പൈസയുടെ അധിക വരുമാനം നൽകാൻ സാധിക്കത്തക്ക രീതിയിലുള്ള ഒരു സമീപനവും സ്വീകരിച്ചില്ല എന്നതാണ് വസ്തുത. വിലക്കയറ്റം കൊണ്ട് ജീവിത ചെലവ് കൂടി വരുന്ന സാഹചര്യത്തിൽ ഈ നിലയിലൊരു വർധനവ് കാലാകാലങ്ങളിൽ വരുത്തുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ആ നിലയിൽ ആലോചിക്കേണ്ടതുണ്ട് എന്നതാണ് അത് സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഈ ധനാഭ്യർത്ഥനയെ ഒരിക്കൽ കൂടി പിന്തുണച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.